യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന രണ്ടാളുകൾ ഈസ്റ്റർ ദിനത്തിൻ്റെ സായംസന്ധ്യയിൽ മ്ലാനവതരായിരുന്നു. ക്ലയോപ്പാവും മറ്റൊരാളും. ഈ ലോകത്തിൽ ഏറ്റവും ഷാറ്ററിംഗ് ആയ എക്സ്പീരിയൻസാണ് ക്രിസ്തുവിൽ ഒരാൾ നിരാശപ്പെടുക എന്നുള്ളത്. അതാണെന്ന് സംഭവിച്ചത് ആ സായങ്കാലത്ത്. അവരെ ചേർന്ന് നടക്കുന്ന ആളിനെക്കുറിച്ച് പിടികിട്ടിയില്ല. എങ്കിലും ആളിനോട് പറയുന്നുണ്ട്, നീ മാത്രം ഈ സംഭവം അറിഞ്ഞില്ലേ? ഞങ്ങൾ അവനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ച് പോവുകയായിരുന്നു. അവനെ ആളുകൾ ക്രൂശിച്ച കാര്യം നീ മാത്രം അറിഞ്ഞില്ലേ? To be disappointed in Jesus Christ is the most shattering thing in our life. വേറൊരാൾ കളിപ്പിക്കുന്ന പോലല്ല. ഞങ്ങൾ അവനെ വീണ്ടെടുപ്പുകാരനെന്ന് കരുതിയെങ്കിലും ഈ ലോകത്തിലെ ആളുകൾ അവനെ ക്രൂശിച്ചു കളഞ്ഞു. യേശുവിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല. ഇത് കേട്ടപ്പോൾ സന്ധ്യയെങ്കിൽ അപ്പം നുറുക്കയിൽ അവർക്ക് ആളിനെ പിടികിട്ടി. അത് കഴിഞ്ഞ് നാം വായിക്കുന്നുണ്ട്, അവർ മഹാസന്തോഷത്തോടെ അതേ പാതയിൽ തിരിച്ച് നടക്കുന്നുണ്ട്. കർത്താവ് അവരിൽ ചെയ്ത മാറ്റമാണത്. ആ മാറ്റത്തിലേക്ക് യേശുരക്ഷകൻ ഈ പാഷൻ റിസൈറ്റിലൂടെ, ഈ പീഡാനുഭവ സംഗീത സായാഹ്നത്തിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിലേക്കാണ്. നമുക്ക് ആ ക്ഷണം സ്വീകരിക്കാം. ജീവിതത്തിൽ കർത്താവിൽ ഏതനുഭവത്തിലും സന്തോഷമുള്ളവരായി പോകുന്നതിന് ഈ സംഗമവും ഈ ഗാനകേൾവിയും ദൈവകരങ്ങളിൽ ഉപയുക്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജീവിതം ഔപചാരികമായി ക്രിസ്തുമാർഗം സ്വീകരിച്ചവർക്ക് ധ്യാനിക്കാൻ മാത്രമുള്ളതല്ല, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് യേശുവിൻ്റെ ജീവിതം. ബേത്ലഹേം പുൽക്കൂട്ടിൽ വേട്ടയാടപ്പെടുന്നവനായി ജനിക്കുന്ന കർത്താവ് സാധാരണ മനുഷ്യരുടെ ആശകളും ആവേശങ്ങളും പങ്കിട്ട് വളർന്ന ജീവിതം, ഒടുവിൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുടെ മാർഗങ്ങൾ വെട്ടിത്തുറന്ന യേശുവിൻ്റെ അന്ത്യനാളുകൾ സുന്ദരമായ ത്യാഗത്തിൻ്റെ ഇതിഹാസമാണ് കുറിച്ചത്. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ലഹരി തലയ്ക്ക് കയറിയവരും, പകയുടെയും വിദ്വേഷത്തിൻ്റെയും ലഹരി കണ്ണിലും കരളിലും പടർന്നവരുമായ ആളുകൾ ഇത്തരം മുഹൂർത്തങ്ങളെ ചടങ്ങുകളായി തരം താഴ്ത്തുമ്പോഴും ഇതാ ഈ ഹോൾ നിറയെ ആളുകൾ, ഇവിടെ മാത്രമല്ല വിനയാന്വിതരായ എത്രയോ ആളുകൾ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പാകെ കുനിഞ്ഞ് നിന്ന് കരുണയുണ്ടാകണമേ നിന്നും പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച ശുശ്രൂഷയുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ സിംബലാണ് ആ മാളിക മുറിയിൽ യേശു ഉയർത്തിയത്. ഈസ്റ്ററിൽ പുനരുദ്ധാന നാളിൽ അനശ്വരതയുടെ ഇമ്മോർട്ടാലിറ്റി അടയാളം ഉയർത്തിയ രക്ഷകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം ഗാഢമായി ഇന്നും മനുഷ്യനെ സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തുന്നു. എത്രയോ ആളുകൾ ചരിത്രത്തിൻ്റെ താളുകൾ അവരുടെ നാമം ഒരിക്കലും മഞ്ഞു പോകാതെ വണ്ണം അത്തരത്തിൽ നിൽക്കുമ്പോൾ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവർ യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ച് നടന്ന് നീങ്ങിയ ആളുകളാണ്. മദർ തെരേസ അതിൽപ്പെടും, ആൽബർട്ട് ഷ്വൈറ്റ്സർ അതിൽപ്പെടും, ഡേവിഡ് ലിവിങ്സ്റ്റൺ അതിൽപ്പെടും. കുഷ്ഠരോഗികൾക്ക് അത്താണിയായി തീർന്ന ഫാദർ ഡാമിയൻ ആ ലിസ്റ്റിൽ വരും. മഹാത്മാഗാന്ധി ആ ലിസ്റ്റിലുണ്ട്, മാർട്ടിൻ ലൂതർ കിങ് ഉണ്ട്. എന്നാൽ മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ചവൻ്റെ പേരിൽ സംസാരിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകൾ തമ്മിൽ തല്ലി തലകീറുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ട് സമാധാനത്തിൻ്റെ ആളുകളായി വേഷം കെട്ടുന്നവർ ഈ ലോകത്തിലുണ്ട്.
മനുഷ്യത്വത്തിന് നേരെ ഉയരുന്ന വലിയ ഭീഷണിയാണവർ. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലും ഹിംസയുടെ ശക്തികൾ വർദ്ധിക്കുകയാണ്. ഏത് മോശത്തരത്തിനും പണത്തിനു വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ. കീശയിൽ പണമിടാതെ നടന്ന രക്ഷകൻ്റെ അനുഗാമികളായ നമ്മൾ തന്നെ പണത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന അത്രയും യേശുവിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരാകുന്നുവോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഈ അനുഗ്രഹീത സായങ്കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത് ദൈവപുത്രൻ്റെ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളണം. നന്ദിയും വിനയവും കൊണ്ട് സൗരഭ്യമാർച്ച നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയത്തിന് അഭിമുഖമായി തുറന്നു വയ്ക്കണം. ആ സ്നേഹം നമ്മിലേക്ക്, ആ അനന്തമായ സ്നേഹം പകരട്ടെ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൈക്കുമ്പിൾ നീട്ടി ഈ ക്രൂശിതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, കുറിയലായുസ് പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ആ ക്യൂവിൽ നമുക്കും സാദരം നിൽക്കാം. ആ നിൽപ്പ് എനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യും. ഈ ലോകത്തിനത് നന്മ ചെയ്തു. ഇതിൽ കൂടുതൽ ചെറിയ തോതിൽ ജീവിതം ആരംഭിക്കുവാൻ ആർക്കും കഴിയില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ തൻ്റെ പുത്രനെ അയക്കുമ്പോൾ അനുനിമിഷം 100,000 ജനനം നടക്കുന്ന ഈ ലോകത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ മൂലയിൽ ഒരു ശിശു ജനിക്കുകയാണ്. ഹെരോദ രാജാവിൻ്റെ തങ്കക്കട്ടലുകളെ വ്യർത്ഥവും പട്ടുമെത്തകളെ ശൂന്യവുമാക്കിയുണ്ട് ബേദലഹേം പുൽക്കൂടിനെ സമ്പന്നമാക്കിയ ജനനം. അന്നും അന്വേഷിച്ചവർ ആ യേശുവിനെ കണ്ടെത്തി. അറിയേണ്ടവർ ആ സംഭവം അറിഞ്ഞു. വിവരിപ്പാൻ മഹാകവികൾ ശ്രമിച്ചിട്ടുണ്ട്. കെ വി സൈമണെ പോലെ, സാധു കൊച്ചുഞ്ഞുപദേശിയെ പോലെ. എല്ലാ രാജ്യത്തും എല്ലാ ഭാഷകളിലും അവരെല്ലാം സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് പ്രയാസമാണ്. പണ്ഡിതനായ പൗലോസും പറഞ്ഞു, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഗോഡ്സ് ഇൻഎക്സ്പ്രസിബിൾ ഗിഫ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. എത്രയോ ലേഖന രചയിതാവാണ് പോളെങ്കിലും ഈ ദാനത്തിൻ്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ ഇത് വിവരിപ്പാൻ ഞാൻ പ്രാപ്തനല്ല. വാക്കുകൾ പോരാ. മരുഭൂമിയെ മലർവാടിയാക്കുന്ന മഹാത്ഭുതത്തിൻ്റെ ഉദയമായിരുന്നു യേശുവിൻ്റെ ജനനം. ഇരുൾ മൂടി പാഴായി കിടക്കുന്ന മനുഷ്യചേതനകളിൽ പ്രകാശം പരത്തുന്ന ദിവ്യ ജ്യോതിസായി ആ ശിശു വളരുകയാണ്. ജീവലോകത്തെ മുഴുവൻ തഴുകി താലോലിക്കുന്ന സ്നേഹപ്രവാഹമായി തീർന്നു ആ പുണ്യജനത്തിൻ്റെ ദിവ്യവചനങ്ങൾ. ആരോഗ്യദൃഢഗാത്രനായ യേശു 33 വയസ്സുള്ള യുവാവ് തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ നീട്ടിയത് പാപികളുടെ നേർക്കാണ്. അവരെ അനുതാപത്തിൻ്റെ കണ്ണീരിൽ മുക്കി ഏത് മുടിയൻ പുത്രനെയും വിശുദ്ധനാക്കി കരകയറ്റാൻ പോരുന്ന കരങ്ങൾ. ഏറ്റവും ഒടുവിൽ ആ കരങ്ങൾ ചെയ്തത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മാനഹാനിയും ലജ്ജയും ഒരു മുൾക്കിരീടമായി മുടഞ്ഞ് സ്വന്തം ശിരസിലണിഞ്ഞ പുണ്യചരിതൻ്റെ ദിവ്യചരണം. സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വെളിയിലേക്ക് പോകുമ്പോൾ ആകാശ നീലിമയിലേക്ക് നോക്കാം. അനേകം നക്ഷത്രങ്ങൾ ഇന്നും മിന്നി മറയുന്നുണ്ട്. അവയുടെ നിശബ്ദ സംഗീതത്തിൻ്റെ സാരമൊന്നേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേദലഹേം പുൽക്കൂട്ടിൽ പിറന്നു വീണത് കേവലം ഒരു മനുഷ്യ ശിശുവല്ല, വർഷങ്ങളായി കാലം കാത്തുനിന്ന പ്രഭാതത്തിൻ്റെ പ്രഭാകന്തലമായിരുന്നു. ഇരുളിനെ, അഹങ്കാരത്തെ ദൂരീകരിക്കാൻ ഓടിയെത്തിയ പ്രകാശകിരണം. ആ പ്രകാശകിരണമേറ്റ് മുത്തുമണികൾ പോലെ മിന്നിത്തിളങ്ങിയത് ബേദലഹേം പുൽമാലികളുടെ മഞ്ഞുതുള്ളികളല്ല, അറിവിൻ്റെ അമൃത ബിന്ദുക്കൾ മിന്നിത്തെളിയുകയായി. പുതിയ അറിവാണത്. ഈ നോളജ് സിറ്റിയിൽ കിട്ടുന്ന അറിവല്ലത്. യേശു കൊണ്ടുവന്ന പുതിയ അറിവിതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സംഗമസ്ഥാനത്ത് യേശുരക്ഷകൻ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തുകയാണ്. ആദ്യ ദുഃഖ വെള്ളിയാഴ്ച അതിൻ്റെ പരമോന്നത രംഗത്ത് ത്യാഗത്തിൻ്റെ ബലിപീഠമുണ്ടാക്കി ആട്ടുകൊറ്റന്മാരെ അതിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ഒരു പൂജാ പുഷ്പം പോലെ
തന്നെ തന്നെ എറിഞ്ഞുകൊടുത്ത പുണ്യചരിതൻ്റെ ജീവിതത്തെയാണ് ഈ ഗാനശുശ്രൂഷയിലൂടെ നാം ധ്യാന വിഷയമാക്കുന്നത്. യേശുവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. സംതിങ് ടു പോണ്ടർ ഓവർ. നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നു. സംതിങ് ടു സെലിബ്രേറ്റ്. നിൻ്റെ രണ്ടാമത്തെ വരവിനായി നോക്കിപ്പാർക്കും. റോഷൻ ബി ജോൺ ഈ ഗാനം കേട്ട് സ്വർഗത്തിൽ സന്തോഷിക്കും. കർത്താവിനോട് ചേർന്ന് ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ എൻ്റെ സമയം എനിക്ക് അച്ഛൻ അനുവദിച്ചു തന്നത് തീരുന്നു. BMW എന്ന് പറയാം, ഇരിക്കട്ടെ, വെള്ള പെയിൻ്റുള്ള കാറാണ്. അതിൻ്റെ ഉടമസ്ഥൻ അത് ഓൺ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവനാണ്. ഒരു ദിനം മുറ്റത്ത് ആ കാറ് കഴുകിയിട്ട് തുടച്ച് മിനുക്കി ദൂരെ നിന്ന് കണ്ട് വീണ്ടും സന്തോഷിച്ചു. വെള്ളം കുടിക്കാനായി അകത്തേക്ക് കയറിയപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ശ്രദ്ധിച്ചു, ഏതോ ഒരു മെറ്റൽ, അതുകൊണ്ട് മറ്റൊരു മെറ്റൽ ഉരസിയാൽ എന്തു ശബ്ദം അത് കേൾക്കുന്നു. ചാടിയിറങ്ങിയപ്പോൾ തൻ്റെ അരുമസന്താനം കൊച്ചുകുട്ടിയാണ്. ഒരാണി കൊണ്ട് ആ കാറിൽ എന്തോ എഴുതുകയാണ്, ഉരയ്ക്കുകയാണ്. അദ്ദേഹത്തിന് കോപാക്രാന്തനായി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അയാളുടെ ബാലൻസ്, സമനിലയെല്ലാം തെറ്റിപ്പോയി. അതുപോലുള്ള അരിശമാണ്. കാരണം അതുപോലെ ഈ കാറിനെ സ്നേഹിക്കുന്നു. ആ കൊച്ചിനെ പിടിച്ച് ശാസിക്കുന്നതിനൊക്കെ പകരം ഒരു ഇരുമ്പ് റോഡാണ് കൈ കിട്ടിയത്. കൈത്തണ്ടയ്ക്ക് അടിച്ചു. കൈയുടെ പത്തി മാറിപ്പോയി. മുറിഞ്ഞതും കൊണ്ട് ഓടി, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹോസ്പിറ്റൽ അവർ ബാൻഡേജ് ഇട്ട് അവിടെ വെച്ചു. ഇദ്ദേഹം തലയമർത്തി കരയുകയാണ്. അത് കഴിഞ്ഞ് കുട്ടിയുടെ ശബ്ദം കേട്ട് അയാൾ തല ഉയർത്തിയപ്പോൾ ബാൻഡേജ് നോക്കി ആ കൊച്ചുകുട്ടിയെ അച്ഛനോട് ചോദിക്കുന്നു, അപ്പാ, എന്നാണ് ഇനി എൻ്റെ കൈ കിളിർത്ത് വരുന്നത്? അദ്ദേഹത്തിനത് സഹിക്കാവുന്നതിൽ കൂടുതലാണ്. അദ്ദേഹം പുറത്തേക്കോടി താൻ സ്നേഹിച്ച കാറിൻ്റെ അതിൻ്റെ ബോഡിയിൽ തലതല്ലി കരയുമ്പോൾ തൻ്റെ സജലങ്ങളായ കണ്ണിലൂടെ അവ്യക്തമായിട്ട് വായിക്കാം. ആ കൊച്ചുകുട്ടി ഇരുമ്പാണി കൊണ്ട് ആ കാറിൻ്റെ ബോഡിയിൽ എന്താണ് എഴുതിയതെന്ന് അദ്ദേഹം വായിച്ചെടുക്കാൻ സാധിച്ചു. അതിതാണ്, പപ്പ, ഐ ലവ് യു. സ്നേഹത്തിൻ്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ട ആ കരങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ആ പിതാവിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഓടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ജീവിതം ഒടുക്കിക്കളഞ്ഞു. ഇത് ലോക ചരിത്രത്തിലെ വൈരുദ്ധ്യത്തിൻ്റെ, ഐറണിയുടെ പരിച്ഛേദമാണ് ഈ സംഭവം. ലോക ചരിത്രത്തിൽ സ്നേഹത്തിൻ്റെ അടിക്കുറിപ്പുകൾ കോറിയിടാൻ ശ്രമിച്ചവരെയൊക്കെ നാം നിഷ്കരണം നീക്കം ചെയ്തിട്ടുണ്ട്. യേശു രക്ഷകനെ കൂടാതെ തന്നെ സോക്രട്ടീസ്, മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ത് ദോഷം ചെയ്തിട്ടാണ്? ഒരു ദോഷമേ അവർ ചെയ്തുള്ളൂ. സ്നേഹത്തിൻ്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ടതിന് കൊടുക്കുന്ന ശിക്ഷയാണ്. യേശുവെ, ഞങ്ങൾ ഇന്ന് പാടുന്നു, സാക്ഷിക്കുന്നു, നീ സ്നേഹത്തിൻ്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ടയാളാണ്. അബോധാവസ്ഥയിൽ എന്ത് ചെയ്തെന്നറിയാതെ ഞങ്ങൾ നിന്നെ നിഷ്കരണം ക്രൂശിച്ചു കളഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വാക്കുകൾ, വലിയ ഘനമില്ല. അതിശയിപ്പിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വലിയ സ്നേഹമാണെന്ന് പാടുക മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ കണ്ടെത്തണം, അനുതപിക്കണം. ആ വലിയ സ്നേഹത്താൽ നമ്മുടെ ജീവിതം ഗാഢമായി സ്വാധീനിക്കപ്പെടുന്നതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. ക്ലിങ് ഓൺ ടു ദ റിസൺ ലോർഡ്. ഉദ്ധാനം ചെയ്ത കർത്താവിനോട് ചേർന്ന് നിൽക്കാം. സ്ട്രൈവ് ടു ബി എ കമ്മ്യൂണിറ്റി ഓഫ് റിസറക്ഷൻ
ഇൻ ദിസ് വേൾഡ് ഓഫ് കറപ്ഷൻ, ഡെത്ത് ആൻഡ് ഡീക്കേ, വാട്ടം, മാലിന്യം, ക്ഷയം, മരണമുള്ള ഈ ലോകത്തിൽ ഉദ്ധാനത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയായി നിൽക്കാം. പല പ്രലോഭനങ്ങൾ വരാം. ലെറ്റ് നോ വൺ റോബ് us ഓഫ് അവർ ഈസ്റ്റർ ഹോപ്പ്. ഈ പ്രത്യാശ, ഈ വിശ്വാസം അപഹരിക്കുവാൻ ഒരു സാഹചര്യങ്ങളെയും അനുവദിച്ചുകൂടാ. നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നു. രണ്ടാമത്തെ നിൻ്റെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കും. നീ വന്നു, സ്വർഗാരോഹണം ചെയ്തു. ആ ഒറ്റ കാഴ്ച മതി ഞങ്ങളുടെ വിഷാദ രോഗം നീങ്ങുവാൻ. ഡിഫീറ്റ് അവർ ഡിപ്രഷൻ ബൈ ദ വിഷൻ ഓഫ് ദി അസെൻഡഡ് ക്രൈസ്റ്റ്. ഇനിയും അവൻ വരും. അവൻ്റെ വരവിനായി നോക്കിപ്പാർക്കാം. വരുവാൻ കാലമിതായി, വരുവാൻ കാലമിതായി, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ കാലമിതായി.